الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وبارك وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه منيب. ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, വളരെ സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ്, ഒരു നിമിഷത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇസ്ലാമിൻ്റെ കാമ്പും കരളുമെല്ലാം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അറബി ഭാഷയിലാണ്. അറബി ഭാഷ അത് സ്വർഗത്തിൻ്റെ ഭാഷയാണ്. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ അത്ഭുതമായ വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിച്ചത് അറബി ഭാഷയിലാണ്. ലോകത്തെ ഏറ്റവും സമുന്നതനായ നേതാവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകർ പിറന്നു വീണത് അറേബ്യയിലാണ്, അറബി ഭാഷയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചതും പ്രബോധനം ചെയ്തതും അറബി ഭാഷയിലാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വകദാലിക ഔഹൈനാ ഇലൈക ഖുർആനൻ അറബിയ്യൻ ലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹാ വതുൻദിറ യൗമൽ ജംഇ ലാ റൈബ ഫീഹി ഫരീഖുൻ ഫിൽ ജന്നതി ഫരീഖുൻ ഫിസ് സഈർ. ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, നാം താങ്കൾക്ക് അറബിയിലുള്ള ഖുർആൻ ബോധനമായി നൽകി. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഖുർആൻ താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നത്? അത് താങ്കൾ മക്കയിലും അതിന് അടുത്തുള്ള പ്രദേശങ്ങൾ, അതായത് ലോകത്ത് മുഴുവനും ഈ ഖുർആനിൻ്റെ ആശയങ്ങൾ താങ്കൾ പ്രബോധനം ചെയ്യണം. അതുപോലെ തന്നെ അന്ത്യദിനത്തെക്കുറിച്ചും പ്രബോധനം ചെയ്യണം. ആ ദിവസത്തിൻ്റെ വിഷയത്തിൽ ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. ആ പ്രബോധനം സ്വീകരിച്ചവരെല്ലാം സ്വർഗത്തിലും അത് സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞവരെല്ലാം നരകത്തിലുമാണെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ കൂടി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ അല്ലാഹു തആല ഖുർആനിൻ്റെ മഹത്വമായി പറഞ്ഞത് അത് അറബി ഭാഷയിൽ എന്നുള്ള ഒരു വലിയ ഒരു കാര്യമാണ്. ഒരു ഇസ്ലാമിക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അറബി ഭാഷയോട് ഒരുപാടധികം ബന്ധം പുലർത്തേണ്ടതുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷ ഒരു കോണിൽ കൂടി നോക്കുകയാണെങ്കിൽ അവൻ്റെ ജീവവായുവിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ വളർച്ചയേക്കാൾ അവൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് അവൻ്റെ ആത്മീയ വളർച്ചയ്ക്കാണ്. നമുക്കറിയാം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ പൂർണ്ണമായ പ്രീതി ലഭിക്കണമെങ്കിൽ അവൻ ഖുർആനും ഹദീസും അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാകണം. അതവൻ്റെ ജീവിതത്തിലും ഹൃദയത്തിലുമുള്ളവനാകണം. ഖുർആനും ഹദീസും അറബിയിലാണല്ലോ. അപ്പോൾ തീർച്ചയായും അവൻ്റെ ആത്മാവിൻ്റെ വായു എന്ന് പറയുന്നത്, ആത്മാവിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഖുർആനും ഹദീസും ഈ അറബി ഭാഷയും ഒക്കെ തന്നെയാണ്. ഇന്ന് നമ്മൾ ഇന്നത്തെ ദിവസത്തെ നമ്മൾ ഡിസംബർ 18 എന്ന് പറയുന്ന ഈ ദിവസത്തെ നമ്മൾ അറബിക് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. അത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ അറബിക് ഡേ എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് ഇതൊരു പ്രധാനപ്പെട്ട ദിവസമായി മാറിയത്? ഇത് ചെറിയ ഒരു ചരിത്രമുണ്ട്. അറബി ഭാഷ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം 2012 അറബിക് ഡേ ആയിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തീരുമാനിക്കുന്നത്, രാജ്യങ്ങൾ. എന്താണ് അതിന് പിറകിലുള്ള കാരണം? നമുക്കറിയാം, യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് നമുക്കറിയാം ഒരുപാട് രാജ്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പരസ്പരം ചേരി തിരിഞ്ഞ്.
ലോകത്തിലെ മുഴുവൻ രാഷ്ട്രങ്ങളും രണ്ട് ചേരിയിലേക്കായി തിരിഞ്ഞ് യുദ്ധം ചെയ്ത് ഒരുപാട് ആൾനാശങ്ങളുണ്ടായി, നഷ്ടങ്ങളുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ലോകത്തിലെ രാജ്യങ്ങളെല്ലാം കൂടി തീരുമാനിച്ചു, നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ചിരിക്കാൻ ഒരു സംഘടന വേണം, അവിടെ വെച്ച് നമ്മൾ ഐക്യപ്പെടണം, പരസ്പരം പോരടിക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തിൽ ലോകരാഷ്ട്രങ്ങൾ മുൻകൈയെടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ്. UN ഒക്കെ നമ്മൾ സാധാരണ വായിക്കാറുണ്ട്, കാണാറുണ്ട്. അതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കിലാണ്. 193 രാജ്യങ്ങളാണ് ഇന്ന് യുണൈറ്റഡ് നേഷനിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഇവർ പരസ്പരം വിട്ടുവീഴ്ചയോടുകൂടി യുദ്ധമൊന്നുമില്ലാതെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു അജണ്ട മുന്നിൽ വെച്ചിട്ട് പല വിഷയത്തിലും ഒരുമിച്ച് കൂടുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഒരുപാട് പരിപാടികളുണ്ടാവും. ഇപ്പോൾ ന്യൂയോർക്കിലുള്ള ഇതിൻ്റെ ആസ്ഥാനത്ത് തന്നെ വെച്ചിട്ട് ഒരുപാട് പരിപാടികൾ നടക്കും. അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും UN-ൻ്റെ കീഴിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. ചാരിറ്റി പരിപാടികളുണ്ട്, പിന്നെ സാഹിത്യ പരിപാടികളുണ്ട്. ഈ സാഹിത്യ പരിപാടികളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഉപസംഘടന ഉണ്ടാക്കി, യുനെസ്കോ എന്ന് പറയും. അതും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചാരിറ്റി സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിസെഫ് എന്ന് പറയുന്ന ഒരു സംഘടനകൾ. ഇതൊക്കെ നമുക്ക് സാധാരണ കേട്ട് പരിചയമുള്ള പേരുകളാണ്. ഇപ്പോൾ യുനെസ്കോൻ്റെ കീഴിലാണ് കലാശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ യുനെസ്കോ എന്ന് പറയുന്ന ഈ സംഘടനയാണ് ഭാഷാപരമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനത്ത് എന്ന് പറയുന്ന ഓഫീസിൽ അവിടെ നടക്കുന്ന സംസാരങ്ങൾ, അവിടെ ഒരുപാട് മീറ്റിങ്ങുകൾ ഉണ്ടാവും, ഒരുപാട് പരിപാടികൾ ഉണ്ടാവും. ഇത് യഥാർത്ഥത്തിൽ വലിയ സംഘടനയാണ്, കാരണം 193 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ സംഘടനയാണ്. അപ്പോൾ ഈ സംഘടനയുടെ പരിപാടികൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഓഫീസിൽ ഇവരുടെ ഈ ആസ്ഥാനത്ത് സംസാരിക്കപ്പെടുന്ന ഭാഷകൾ വളരെ ചുരുക്കമാണ്. ഇന്ന് 6 ഭാഷകൾക്ക് അവിടെ അതിൻ്റെ ഉള്ളിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവിടെ ഒരാൾ പ്രസംഗിക്കുകയാണെങ്കിൽ ഈ 6 ഭാഷകളിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അതാണ് ഒഫീഷ്യലായിട്ട് UN-ൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഭാഷകൾ എന്ന് പറയുന്നത്. ആ 6 ഭാഷകൾ, 1 ഇംഗ്ലീഷാണ്, 2 ഫ്രഞ്ചാണ്, 3 സ്പാനിഷാണ്, ചൈന, റഷ്യൻ, അറബിക്ക്. ഏറ്റവും അവസാനമായി അതിലേക്ക് ചേർക്കപ്പെട്ടത് അറബിയാണ്. ബാക്കിയുള്ള 5 മുന്നേ ഉണ്ട്. അപ്പോൾ ഈ 6 ഭാഷകൾ മാത്രമേ UN-ൻ്റെ ഓഫീസിൽ സംസാരിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇവരുടേതായ പരിപാടികൾ നടത്തുമ്പോൾ അതിന് നോട്ടീസ് ഇറക്കും. അതുപോലെ തന്നെ അതിൻ്റെ പ്രമേയങ്ങൾ ഉണ്ടാവും. ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടാവും, അവലോകനം. ഈ കാര്യങ്ങളെല്ലാം ഈ 6 ഭാഷയിൽ മാത്രമേ ഇറങ്ങുകയുള്ളൂ. അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സഭയിൽ ആരെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ, പ്രസംഗിക്കുകയാണെങ്കിൽ ഈ 6 ഭാഷയുടെയും ട്രാൻസ്ലേഷനുകൾ, തർജുമ അവിടെ ഉണ്ടാകും. അതിലേക്ക് അവസാനം ചേർക്കപ്പെട്ടത് അറബിയാണ്. അതുകൊണ്ട് ആ ഒരു സന്തോഷം, അതിലേക്ക് അറബിയെ ചേർത്തതിൻ്റെ ഒരു സന്തോഷം എന്നുള്ള നിലക്കാണ് ഡിസംബർ 18 നമ്മൾ അറബിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. 1974 ഇത് UN അംഗീകരിക്കുന്നതെങ്കിലും 2012 ഈ ഒരു ദിവസം ആചരിക്കാൻ തുടങ്ങിയത്, ഒരു സന്തോഷത്തിൻ്റെ സമയമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് ഇത് 2012 മുതലാണ്. 1950 മുതൽ തന്നെ പല അറബിക് രാഷ്ട്രങ്ങളും അറബിയെ UN-ൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജായിട്ട്, ഭാഷയായിട്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് അവരെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാനമായി പങ്കുവഹിച്ച രാജ്യങ്ങൾ മൊറോക്കോ, സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ശരിക്കും അറബി ഭാഷയ്ക്ക് ബാക്കിയുള്ള ഒരു ഭാഷകളെക്കാൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ശരിക്കും നമ്മളത് അറബിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇത് അറബികളായ പണ്ഡിതന്മാർ മാത്രമല്ല പറഞ്ഞത്, ഭാഷാ പണ്ഡിതന്മാരുണ്ട്. ഒരുപാട് ഭാഷാ പണ്ഡിതന്മാരും ഈ അറബി ഭാഷയുടെ ഈ പ്രത്യേകതയെ ശരിവെച്ച ആൾക്കാരായിരുന്നു. നമുക്ക് ഒരു ഫ്രഞ്ച് പണ്ഡിതനായ ഏണസ്റ്റ് റനാൻ എന്ന് പറയുന്ന ഒരു വലിയ ഭാഷാ പണ്ഡിതനുണ്ട്. അദ്ദേഹം 1800കളിൽ ജീവിച്ച വ്യക്തിയാണ്. ശരിക്കും ഇദ്ദേഹം ഒരു ക്രിസ്ത്യൻ പാതിരിയാണ്, ഒരു സെമിറ്റിക് പണ്ഡിതനാണ്, ഒരുപാട് ഭാഷകളൊക്കെ അറിയുന്ന ഒരു സെമിറ്റിക് പണ്ഡിതനാണ്. എന്ന് മാത്രമല്ല ഇദ്ദേഹം ഒരു തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അതായത് ലോകത്ത് വെള്ളക്കാർ മാത്രമേ ഭരിക്കാൻ പാടുള്ളൂ, അവർക്ക് മാത്രമേ മേൽക്കോയ്മ ഉള്ളൂ എന്നൊക്കെ വിശ്വസിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, വാദിക്കുന്ന ഒരു തീവ്ര വലതുപക്ഷ ക്രിസ്ത്യൻ സെമിറ്റിക് പണ്ഡിതനാണ് യഥാർത്ഥത്തിൽ ഈ ഏണസ്റ്റ് റനാൻ എന്ന് പറയുന്ന ആൾ. ഇത് വലിയൊരു ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ ഒരു ഭാഷാ പണ്ഡിതനൊക്കെയാണ്.
അദ്ദേഹം പോലും പറയാണ് ലോകത്ത് ഏറ്റവും അടിപൊളി ഭാഷ എന്നുള്ളത്, ഏറ്റവും സൂപ്പറായിട്ടുള്ള ഭാഷ, എല്ലാ രീതിയിലും നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളി ഭാഷ അത് അറബി ഭാഷയാണെന്ന് അദ്ദേഹത്തെ പോലെയുള്ള ഒരുപാട് അന്യഭാഷാ പണ്ഡിതന്മാർ ശരിവെച്ചിട്ടുണ്ട്. അറബി ഭാഷയുടെ പ്രത്യേകതകൾ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് രണ്ട് ചില പ്രത്യേകതകൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതിൽ ഒന്നാമത്തെ ഒരു കാര്യമെന്ന് അറബി ഭാഷയെക്കുറിച്ച് പറയപ്പെടുന്നത് അത് വണ്ണമുള്ള വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഭാഷ എന്നാണ്. ലുഗത്തുൻ ഫഹീമ എന്നാണ് അറബി ഭാഷയെക്കുറിച്ച് പറയുന്നത്. ലുഗത്തുൻ ഫഹീമ. ഇപ്പോൾ ഹുസ്സലത്തിൻ കിൽ എന്ന് പറയുന്ന ഇസ്തിഅലാഇൻ്റെ ഹുറൂഫുകൾക്കാണ്, അതിന് വേറൊരു പേരാണ് ലുഗത്തുൻ ഫഹീമ, ഫഹ്മിൻ്റെ ഹുറൂഫുകൾ എന്ന് അതിന് പേരുണ്ട്. ആ ഹർഫുകൾ ഈ അറബി ഭാഷയിൽ വരുന്നത് കൊണ്ടാണ് അറബി ഭാഷയ്ക്ക് ലുഗത്തുൻ ഫഹീമ എന്നുള്ള പേരൊക്കെ വന്നത്. ഇസ്തിഅലാഇൻ്റെ ഹുറൂഫുകൾ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയും. തൊണ്ടയുടെ അങ്ങേയറ്റത്ത് നമ്മൾ ഉച്ചരിക്കുന്ന ഹംസ, ഹ, അതുപോലെ തന്നെ പിന്നെ ഹ, ഈ 3 അക്ഷരങ്ങൾ ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണ്. ഇങ്ങനെ ഒരു അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് അറബിയെ ലുഗത്തുൽ ഫഹീമ എന്ന് പറയുന്നത്. ഇത് അറബികൾ മാത്രം പറയുന്നതല്ല, ലോക ഭാഷാ പണ്ഡിതന്മാർ അറബിക്ക് പേരിട്ടതാണ് ലുഗത്തുൽ ഫഹീമ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകളുടെ ഒരു പ്രയോജനം എന്താണ്? ഈ വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചിട്ട്, ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു വാക്ക് പറയുന്ന സമയത്ത് ചില വാക്കുകൾക്ക് ഒരു കാഠിന്യം വേണ്ടി വരും. ആ കാഠിന്യം അതിൽ കൂടി ലഭിക്കും. അപ്പം എൻ്റെ ഒരു ഉദാഹരണം ശരിക്കും നമുക്ക് മനസ്സിലാവും. അള്ളാഹ് എന്നുള്ളൊരു പദം അല്ലേ, അള്ളാഹ് എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റിൽ ഹംസയാണ് വരുന്നത്, അവസാനത്തിൽ ഹായാണ് വരുന്നത്. ആ വാക്കിൻ്റെ ഒരു സ്ട്രോങ് നമുക്ക് കാണണമെങ്കിൽ ഒരു ഹദീസ് നമ്മൾ പരിശോധിച്ചാൽ മതി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്ന സമയത്ത് ഒരു മുശ്രിക്കായ ഒരാൾ നബിതങ്ങളുടെ അടുക്കൽ വന്ന് വാളൂരിയിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വാളൂരിയിട്ട് എന്നെ നബിതങ്ങളോട് ചോദിക്കുന്നുണ്ടല്ലോ, ഈ വാളിൽ നിന്നും എന്നെ താങ്കളെ ആര് രക്ഷിക്കും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക് എന്താണ്? അള്ളാഹ് എന്ന് മാത്രമുള്ളൂ. ആ വാക്കിന് അത്രയും ഗാംഭീര്യത ഉണ്ട്. അതിൻ്റെ അക്ഷരങ്ങൾ അത്രത്തോളം സ്ട്രോങ് ആണ്. ആ വാക്ക് കേട്ട സമയത്ത് തന്നെ അദ്ദേഹം വാള് നിലത്തേക്ക് ഇടുകയാണ്, ആ വാക്കിൻ്റെ സ്ട്രോങ് കൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രോങ് ഉള്ള വാക്കുകൾ ഉണ്ടാകണമെങ്കിൽ അക്ഷരങ്ങൾക്ക് നല്ല വണ്ണം വേണം, അതിന് സ്ട്രോങ് വേണം. അപ്പുറത്ത് തന്നെ സോഫ്റ്റായ അക്ഷരങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മിശ്രമായ ഒരു രൂപം, മേഖല ശരിക്കും നമുക്ക് അറബി ഭാഷയിൽ കാണാൻ പറ്റും. അത് ഒരു വലിയ പ്രത്യേകതയാണ് അറബിയുടെ. അതുപോലെ തന്നെ നമ്മളൊക്കെ സ്ഥിരമായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും മുത്താലിമീങ്ങൾക്ക്, അറബി ഭാഷയിൽ ഹർക്കത്തുകളുണ്ട്. ശരിക്കും മലയാളത്തിൽ അങ്ങനെ ഹർക്കത്തില്ലല്ലോ, ലമ്മ്, ഫത്ഹ്, കസ്ർ. അപ്പോൾ നമ്മളാരും വിചാരിച്ചുകൊണ്ടാണ് ഈ ഹർക്കത്തുകൾ വെറുതെ ഒരു സാധനമാണ്. നമുക്കറിയാം, പഠിച്ച ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ കസ്റിന് ഒരു പ്രത്യേക സ്ഥലങ്ങളുണ്ട്, അർത്ഥങ്ങളുണ്ട്, ഫത്ഹിനുണ്ട്, ലമ്മിനുണ്ട്. ഇപ്പോൾ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മളെ അറബിയിൽ ഔസൽന സഈദൻ, ഔസലന സഈദുൻ, ഇത് നമ്മളൊരു ബോർഡിൽ എഴുതുകയാണെങ്കിൽ ഔസൽന സഈദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സഈദിനെ എത്തിച്ചു, നമ്മൾ സഈദിനെ എത്തിച്ചു എന്നർത്ഥം. ഔസലന സഈദുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഈദ് നമ്മളെ എത്തിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോർഡിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഹർക്കത്തുകളൊക്കെ മറ്റേ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിൽ എക്സ്ട്രാ വരുന്ന ഒരൊറ്റ സാധനമുള്ള ഒരു അലിഫ്. ഔസൽന സഈദൻ എന്ന് പറയുന്നതിലെ ആ സഈദ് മഫ്ഊലായി വരുന്ന സമയത്ത് വരുന്ന ഒരു ഹർഫ്, ഒരു അലിഫ് മാത്രം എക്സ്ട്രാ വരുന്നുള്ളൂ. പക്ഷെ ഇതിൻ്റെ അർത്ഥം ആകെ മാറിപ്പോവാണ്. ഒന്നാമത്തെ ജുംലയിൽ നമ്മൾ പറഞ്ഞത് നമ്മൾ സഈദിനെ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചു എന്നർത്ഥം. രണ്ടാമത്തേതിൽ എന്താ, സഈദ് നമ്മളെ എത്തിച്ചു എന്നർത്ഥം. പക്ഷെ ഇത് നമ്മൾ മലയാളത്തിലേക്ക് ആക്കി നോക്കിയിട്ട് മലയാളത്തിൽ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും ഭയങ്കര കൺഫ്യൂഷനാണ്. അറബിയിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സഈദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് പിന്നെ മഫ്ഊലിൽ നിന്നിട്ട് ഫായിലേക്ക്, അതായത് പ്രവൃത്തി ചെയ്യുന്ന ആളിലേക്ക് നമ്മുടെ ചിന്ത പോവില്ല. അതൊരൊറ്റ ഒരു നെസ്ബ് കൊണ്ട്, ഒരു ഫത്ഹ് കൊണ്ട് അതിനെ കൃത്യമായ രീതിയിൽ അറബി ഭാഷ അവിടെ അവതരിപ്പിച്ചു. ഇനി നമ്മളത് മലയാളം എടുത്ത് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഭയങ്കര കൺഫ്യൂഷനുകളാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ മുട്ടായി തിന്നു, ശരിക്കും അതിൻ്റെ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളാണോ മുട്ടായി തിന്നത് അല്ലെങ്കിൽ മുട്ടായി നമ്മളെ തിന്നതാണോ എന്ന് നമുക്ക് ആ ഒരു വാക്കിൽ നമുക്ക് കൺഫ്യൂഷനായിപ്പോകും. ഇപ്പം എൻ്റെ കയ്യിലൊരു പേനുണ്ട്. അപ്പോൾ ഞാൻ ആ പേന മൂടി തുറന്നിട്ട് ആ മൂടി നിലത്ത് വെച്ചു. അപ്പോൾ നമ്മളെന്താ മലയാളത്തിൽ പറയാം, മൂടി വെച്ചു. മൂടി നിലത്ത് വെച്ചാലും നമ്മളെന്താ ഉപയോഗിക്കുക, മൂടി വെച്ചു. ആ പേന ഇനി തിരിച്ച് മൂടിയിട്ടാലോ, അപ്പോഴും നമ്മളെന്താ പറയുക,
മൂടി വെച്ചത്. പേന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. പാത്രത്തിനാണെങ്കിലോ പാത്രത്തിൻ്റെ മൂടി നമ്മൾ ഊരിയിട്ട് അത് നിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെയും നമ്മൾ മൂടി വെച്ചു എന്നാ പറയാം. ആ പാത്രം തിരിച്ച് മൂടിയാലും മൂടി വെച്ചു എന്നാ പറയാം. പക്ഷേ അത് നമ്മൾ അറബിയിൽ ഉപയോഗിക്കുകയാണെങ്കിലോ വലഅ്തു അൽ ഗിത്താ എന്ന് നമ്മൾ പറയും, മറ്റേത് അഖ്തൈതു എന്ന് പറയും. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഷയിലും ഒരുപാട് കൺഫ്യൂഷനുകൾ ഉണ്ടാവും. പക്ഷെ അറബിയിൽ ആ കൺഫ്യൂഷൻ്റെ ഒരു ആവശ്യവുമില്ല. കാരണം ഫത്ഹായിട്ട് വന്നു കഴിഞ്ഞാൽ അത് മഫ്ഊലാണ്, അത് ലമ്മായി വന്നു കഴിഞ്ഞാൽ അത് ഫായിലാണ്. പ്രവൃത്തി ചെയ്യുന്ന ആളും പ്രവൃത്തി ചെയ്യപ്പെടുന്ന ആളും. ഇത് യഥാർത്ഥത്തിൽ അറബി ഭാഷയുടെ വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ അറബി ഭാഷയുടെ മറ്റൊരു പ്രത്യേകതയാണ് മുഷ്തഖാത്തുകൾ. അറബിയിൽ പറഞ്ഞാൽ മുഷ്തഖാത്ത് വകഭേദങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. അതായത് ഒരർത്ഥത്തിൽ ഒരു പദം അതിൻ്റെ അർത്ഥം ആ അർത്ഥവുമായി ബന്ധപ്പെട്ട വേറെയും വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ പദത്തിൽ നിന്ന് തന്നെ ആ ബാക്കിയുള്ള അർത്ഥങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ മലയാളത്തിൽ അത് പറ്റൂല. ഒരു ഉദാഹരണത്തിന് കതബ എന്ന് പറഞ്ഞാൽ എഴുതി എന്നാണ് അർത്ഥം. എഴുതുന്നവൻ കാത്തിബ്. എഴുതുന്ന സ്ഥലം അതിന് നമ്മൾ എന്താ പറയുക? എഴുതുന്ന സ്ഥലത്തിന് മക്തബ് എന്ന് പറയും അല്ലേ? ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഇൻഷായൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച വാക്കാണ്. മക്തബിൻ്റെ അർത്ഥം എന്താ? മേശ എന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഓഫീസ് എന്നൊക്കെ അർത്ഥമുണ്ട്. അതായത് നമ്മൾ എഴുതുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഇത് നമ്മൾ മലയാളത്തിലേക്ക് ആക്കിയല്ലോ. എഴുതി, കത്തബൻ്റെ അർത്ഥം നമ്മൾ മലയാളത്തിൽ എഴുതി. ഒരിക്കലും ഓഫീസിന് നമ്മൾ എഴുതുന്ന സ്ഥലം എന്ന് പറയില്ല. സത്യത്തിൽ മലയാളത്തിൽ ഓഫീസിന് എന്താ പറയാന്ന് തന്നെ ആർക്കും അറിയില്ല. ഇംഗ്ലീഷാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി മേശ, എഴുതുന്ന സ്ഥലം വേറൊരു സാധനമാണല്ലോ മേശ. അതിന് നമ്മൾ എന്താ പറയുക? മേശ എന്ന് പറയും. അപ്പോൾ എഴുതുക, മേശ, ഇത് തമ്മിലൊരു ബന്ധവും മലയാളത്തിലില്ല. ഇംഗ്ലീഷിലും അതേപോലെ തന്നെ റൈറ്റ് എന്നാണ് എഴുതുക എന്ന് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത്. പക്ഷെ എഴുതുന്ന സാധനത്തിന് ടേബിൾ എന്നാണ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ അറബിയിൽ നോക്കണം, കതബ, മക്തബ് ഏകദേശം പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ആലിമീങ്ങൾ കൃത്യമായൊരു സ്ട്രക്ചറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ അടികൊണ്ട് പഠിക്കുന്ന സർഫ്. അതിന് കൃത്യമായൊരു സ്ട്രക്ചർ പോലും ഉണ്ട്. അതറിയാത്ത മുത്തല്ലിമീങ്ങളില്ല. മുത്തല്ലിമീങ്ങളെന്നല്ല, സാധാരണക്കാർക്ക് പോലും സർഫ് അറിയാം. അതിന് കൃത്യമായൊരു സ്ട്രക്ചർ ഉണ്ട്. അതിൽ ഇസ്മുൽ ആലത്ത് വരുന്നുണ്ട്, ലർഫ്, മക്കാന്, ജമാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ തുറന്നു എന്ന വാക്ക് മലയാളത്തിൽ തുറന്നു എന്നാണ്. തുറന്നു എന്ന വാക്കിന് അറബിയിൽ ഫതഹ എന്നാണ്. അപ്പോൾ നമ്മൾ തുറക്കാൻ ഉപയോഗിക്കുന്ന സാധനം താക്കോൽ, അതിന് അറബിയിൽ എന്താ പറയുക? സിമ്പിളായിട്ട് ഒരാൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അതിനൊരു കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു വസനുണ്ട്. മിഫ്ആൽ വസൻ, മിഫ്താഹ്. പക്ഷെ മലയാളത്തിലേക്ക് പോകണമെങ്കിലോ താക്കോൽ, തുറക്കുക, താക്കോൽ, ഒരു ബന്ധവുമില്ല. ഇനി ഇംഗ്ലീഷിലാണെങ്കിലോ ഓപ്പൺ എന്നാണ് തുറക്കുന്നതിന് പറയാം. പക്ഷെ തുറക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിന് എന്താ പറയുക? കീ. തമ്മിലൊരു ബന്ധവുമില്ല, അക്ഷരങ്ങൾ പോലും ബന്ധമില്ല. പക്ഷെ അറബിയിൽ അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പഠിക്കാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വാക്കുകളാണ് അറബിയിലുള്ളത്. മുഷ്തഖാത്തുകളായ പദങ്ങളാണ് കൂടുതലുള്ളത്, വകഭേദങ്ങളാണ് ഒരുപോലെയുള്ളത്. അതുപോലെ അർത്ഥത്തോട് പൂർണ്ണമായ തരത്തിൽ നീതി പുലർത്തുന്ന ഭാഷയാണ് അറബി ഭാഷ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഈദ് എന്ന പദം. ഈദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് ഇആദത്ത്, മടങ്ങി വരിക എന്ന ഒരു പദത്തിൽ നിന്ന്, ഒരു അർത്ഥത്തിൽ നിന്നാണ് ഈദ് എന്ന് പറയുന്നത്. അതായത് എല്ലാ വർഷവും മടങ്ങി വരുന്ന സന്തോഷം എന്നാണ് ഈദ് എന്ന വാക്കിൻ്റെ അർത്ഥം അറബിയിൽ. അത് വളരെ, അത് കേൾക്കുന്ന സമയത്ത് തന്നെ അടുത്ത വർഷം ഇനി ഉണ്ടാവുമല്ലോ എന്ന് പറയുമ്പം നമുക്കൊരു സമാധാനമാണ്. അടുത്ത വർഷവും ഈ സന്തോഷം തിരിച്ചു വരും എന്ന വാക്കിൻ്റെ അർത്ഥം ഈദ് എന്ന വാക്കിന് അറബി വാക്കിൽ അർത്ഥം. പക്ഷെ നമ്മൾ മലയാളത്തിൽ എന്താ ഉപയോഗിക്കുക? പെരുന്നാൾ. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താ? പെരുന്നാൾ. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വലിയൊരു ദിവസം. വേറെ കുറേ ഭാഷകളിൽ ഇത് വലീമ എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്, സൽക്കാരം, അങ്ങനെയൊക്കെ അർത്ഥങ്ങളാണ് എന്താക്കുന്നത് പെരുന്നാളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ അറബിയിൽ മടങ്ങി വരുന്ന സന്തോഷം. ഇങ്ങനെ ഓരോ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളോട് വളരെയധികം നീതി പുലർത്തുന്നതായിട്ട് അറബി ഭാഷയിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. മറ്റൊരു പ്രത്യേകതയാണ് പര്യായ പദങ്ങളുടെ ഉപയോഗം. പര്യായ പദം എന്ന് പറയുന്നത് എന്താ? സെയിം വാക്കുകൾ. അപ്പോൾ നമ്മളൊക്കെ മലയാളം പ്രസംഗിക്കുന്ന സമയത്ത് അതിന് കൊഴുപ്പ് കൂട്ടാൻ, രസം കിട്ടാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ പര്യായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. വ്യത്യസ്തമായ, വ്യതിരിക്തമായ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പര്യായ പദങ്ങൾ ഉപയോഗിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ പര്യായ പദങ്ങളുള്ള ഭാഷ ശരിക്കും അറബിയാണ്. വലിയൊരു സാഹിത്യകാരനുണ്ട്, ജുർജി സെയ്ദാൻ. അദ്ദേഹം ഓരോ വാക്കിൻ്റെയും പര്യായ പദങ്ങൾ എണ്ണിയിട്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്.
നമ്മൾ നെട്ടിപ്പോ ഓരോ വാക്കിൻ്റെയും പര്യായ പദങ്ങൾ. അസിൽ എന്ന് പറഞ്ഞ വാക്ക്, അസിൽ എന്ന് പറഞ്ഞാൽ തേൻ എന്ന വാക്കിന് ഏകദേശം 13 പര്യായ പദങ്ങളുണ്ട്. ലർബ്, ലരീബ്, ഹെമീത്ത്, മാദി, ഷഹദ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ പേരുകൾ അസിൽ എന്ന ഒരൊറ്റ വാക്കിൽ നമുക്ക് മനപ്പാടാക്കാൻ പോലും പ്രയാസമാണ്. അതുപോലെ തന്നെ സെയ്ഫ് എന്ന് പറഞ്ഞ വാളെന്ന വാക്കിൻ്റെ പര്യായങ്ങളാണ് സഖീല്, മുഹന്നദ്, അതുപോലെ തന്നെ സാലിമ്, റദാബ്, ഇങ്ങനെയുള്ള ഒരുപാട് പദങ്ങൾ. ഇങ്ങനെ ഓരോ വാക്കിനും ഒരുപാട് പര്യായ പദങ്ങളുണ്ടാവും. അദ്ദേഹം കുറേ എഴുതുന്നുണ്ട്. നൂർ എന്ന പദത്തിന് 21 പര്യായ പദങ്ങളുണ്ടെന്ന് പറയും. അതായത് അപരനാമം എന്ന് 21 ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ വേറൊരു അപരനില്ല. അതുപോലെ തന്നെ ലലാം എന്ന പദത്തിന് ഏകദേശം 52 ലലാം എന്ന പദം, ലലാം എന്ന പദത്തിന് 52 അതേപോലത്തെ വാക്കുകൾ വേറെ ഉണ്ട് അറബിയിൽ. നമുക്ക് മലയാളത്തിലൊന്നും ആലോചിച്ച് ഇരുട്ടിന് തമസ് എന്ന് പറയും, എനിക്കറിയുന്നത്. വേറെ ഇപ്പോൾ വെളിച്ചില്ലാത്ത അവസ്ഥ, അങ്ങനെയൊക്കെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അറബിയിൽ 52 പദങ്ങളുണ്ട് ലലാം എന്ന വാക്കിന്. ഷംസ് എന്ന വാക്കിന്, സൂര്യൻ എന്ന് പറയുന്ന ഷംസ് എന്ന വാക്കിന് 29 പര്യായ പദങ്ങൾ. മത്തറിന്, സഹാബ് മേഘം എന്ന വാക്കിന് 50 പദങ്ങൾ. മത്തർ മഴ എന്ന വാക്കിന് 64 പദങ്ങളുണ്ട് അറബിയിൽ. 64 പദങ്ങൾ മഴയ്ക്ക് വേണ്ടി മാത്രമുണ്ട്. വെള്ളം എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങൾ 170 അറബിയിൽ. അതുപോലെ തന്നെ ഖംറിന് 13 പദങ്ങൾ. ലബൻ അറിയാം, ലബൻ എന്ന പദം, ലബന് കേട്ടിട്ടില്ലേ? ലബൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ലബൻ എന്ന പദത്തിന് ഏകദേശം 100 പര്യായ പദങ്ങളുണ്ട്. പാൽ എന്ന വാക്കിന് 100 പര്യായ പദങ്ങൾ. അസദ് എന്ന വാക്കിന് ഏകദേശം 350 പര്യായ പദങ്ങളുണ്ട്. അതായത് ഒന്ന് ആലോചിച്ച്, ഒരു ഭാഷയിൽ തന്നെ ചില സമയത്ത് 350 വാക്കുകൾ ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരൊറ്റ ഒരു വാക്കിന് തന്നെ 350 മുത്തറാദിഫുകൾ, പര്യായ പദങ്ങൾ. അതുപോലെ തന്നെ ഹയ്യത്ത് എന്ന പാമ്പിന് 100 പര്യായ പദങ്ങൾ. നാക്കത്ത് എന്ന ഒട്ടകം, അതിന് 255 പര്യായ പദങ്ങൾ. തൊവീല് എന്ന പദത്തിന് 91 പര്യായ പദങ്ങൾ. കസീർ എന്ന പദത്തിന് 160 പര്യായ പദങ്ങൾ. അതായത് തൊവീൽ എന്ന പദത്തിന് 91, കസീർ എന്ന പദത്തിന് 160. ഇപ്പോൾ ഇവിടെ ആരാ തൊവീലായത്? കസീർ തൊവീലായി അല്ലേ? അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ശരിക്കും നമുക്ക് അറബി ഭാഷയിൽ കാണാൻ പറ്റും. അപ്പോൾ അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അത്ഭുതമാണ്. ഇതൊന്നും വേറൊരു ഭാഷയിലുമില്ല. അത് നമുക്ക് ശരിക്കും അറബി ഭാഷയുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അത് കൃത്യമായി ക്ലിപ്തപ്പെടുത്തപ്പെട്ടില്ല. പക്ഷെ അറബി ഭാഷയ്ക്ക് പ്രചാരണം കിട്ടിയത് ഇസ്ലാമിൻ്റെ വരവോടുകൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത്, പ്രബോധനം തുടങ്ങിയ അന്ന് മുതലാണ് അറബി ഭാഷയ്ക്ക് ലോകം അറിയാൻ തുടങ്ങിയതും അതിന് പ്രാധാന്യം ലഭിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഈ ഭാഷയെ നമ്മൾ മുറുകെ പിടിക്കണം. ഈ ഭാഷ നമ്മുടെ ജീവവായുവാണ്. അതിനുവേണ്ടി നമ്മൾ സമയങ്ങൾ ചെലവഴിക്കണം. അതിലേറ്റവും കഴിവുള്ളവരാകാൻ വേണ്ടി നമ്മൾ കൂടുതലായി പരിശ്രമിക്കണം. അതിലേറ്റവും ഉന്നതരായി മാറാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെ നല്ല രീതിയിൽ കബൂലാക്കുമാറാകട്ടെ. ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിലേക്ക് കേരിച്ചു മടങ്ങുന്ന നല്ല ആലിമ്യങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കബൂലാക്കുമാറാകട്ടെ. എന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഈ സദസ്സിനെ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു തആല നമ്മുടെ അമലുകളെ നല്ല അമലായി സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.